അങ്കിള് വന്ന് കിടക്ക്. അല്ലെങ്കിൽ ദിയമ്മോൾ അങ്കിളിനോട് മിണ്ടില്ല. കിടക്കങ്കിളേ. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ
പ്രകാശേട്ടൻ ഇത് എങ്ങോട്ട് പോയി? ആരാത്? വെറുതെ ഒരു രസത്തിന് തമാശ. ചന്ദ്രു, 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 ഒന്ന് എഴുന്നേക്ക് ചന്ദ്രു. ചന്ദ്രികേ, എന്താ മാധവേട്ട? ആരോ മുറിക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടു. ആരാ മാധവേട്ട? പുറത്ത് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. പക്ഷെ ഒരു രൂപ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാ. ഭഗവാനെ, നീ വേഗം അലമാര തുറന്ന് ആ പൈസ എവിടെ ഉണ്ടോ നോക്ക്. വേഗം നോക്ക്. ഉണ്ടോ മാധവേട്ട? നീ ഒന്ന് എണ്ണി നോക്കിയേ. എല്ലാം ഉണ്ടോ മാധവേട്ട? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭാഗ്യം. മാധവേട്ടന് ചിലപ്പോ തോന്നിയതായിരിക്കും. അല്ലെന്നേ, എനിക്ക് തോന്നിയൊന്നും അല്ല. ഇനി ഈ പണം ഇവിടെ സൂക്ഷിക്കുന്ന അത്ര സുരക്ഷിതമല്ല. പറ്റുമെങ്കിൽ നാളെ തന്നെ ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതെ, മാധവേട്ടന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലേ അത് തന്നെ നല്ലത്. അതെ.
ബോധമില്ലേ നിങ്ങൾക്ക്? സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ പോയിരിക്കുന്നു. ഏതായാലും ആരും കണ്ടുപിടിക്കാത്തത് കാര്യമായി. അല്ലെങ്കിൽ കള്ളന്റെ മോനെന്ന് ഈ കിടക്കുന്ന കൊച്ചിനെ നാട്ടുകാരെ ഇരട്ടപ്പേരിട്ട് വിളിച്ചേനെ. സ്വയം പുച്ഛം തോന്നില്ലേ നിങ്ങൾക്ക്? എന്തിനു പുച്ഛം തോന്നണം? ആ പണം കൊണ്ടുപോയി ഇളയ മകൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റുന്നതില് എനിക്കൊരു ആത്മനിന്ദയും തോന്നേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അന്തസ്സായിട്ട് പകലത് അച്ഛനോട് പറഞ്ഞു വാങ്ങണമായിരുന്നു. അല്ലാതെ രാത്രി കയറി മോഷ്ടിക്കല്ല വേണ്ടത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് നേരാ ഉള്ളത്? എനിക്ക് ഏറ്റവും വേണ്ടത് പണമാണടി, പണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പണമില്ലെങ്കിലേ ഞാനും നീയുമൊക്കെ വെറും പിണമാടി, പിണം. മനുഷ്യ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. നാശങ്ങള്. ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി കിടന്നോളാം. എന്താടി സുമലതേ, ഒരു ചായ കുടിക്കണമെങ്കിൽ മണിക്കൂറുകളോളം തപസ്സിരിക്കണം. അപ്പച്ചി ചായ ചോദിക്കുന്നത് നീ കേട്ടില്ലേ? നിന്നെ പോലെ പട്ടിണി പരിവട്ടമുള്ള വീട്ടിൽ വളർന്നതല്ല അപ്പച്ചി. എല്ലാത്തിനും ഒരു നേരവും കാലവും ചിട്ടയും ഒക്കെ സൂക്ഷിക്കുന്നവരാ. ഇന്ന് സംഭവിച്ചിരിക്കട്ടെ, നാളെ മുതൽ നേരത്തെ ചായ കൊടുത്തിരിക്കണം. ഞാനിപ്പോ കൊടുക്കാം. നേരത്തെ ഇട്ട് വെച്ചാ തണുത്തു പോയല്ലോ എന്ന് കരുതിയിട്ടാ. എനിക്ക് അപ്പച്ചിയുടെ ശീലങ്ങളൊന്നും അറിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വന്ദനയുടെ വീട്ടിലുള്ള ആ കിളവിയെ പോലെയൊന്നും അല്ല. നല്ല വൃത്തിയും വെടിപ്പുള്ള ഇനമാണെന്ന്. വേഗം ആവട്ടെ, ഇപ്പൊ റെഡിയാക്കാം. ഞാനേ അപ്പച്ചിക്കുള്ള ചായ കൊടുത്തിട്ട് വരാം. അയ്യോ, അറിയാതെ കൈതട്ടിപ്പോയതാ. സോറി. സാരമില്ല. നീ ഒരു കാര്യം ചെയ്, ആ ചായ ഇവിടെ വെച്ചിട്ട് താഴെ വീണ ചായ ഒന്ന് തുടച്ചു മാറ്റ്. അല്ലെങ്കിൽ അമ്മ വന്ന് കണ്ട പ്രശ്നവും.
മതി വന്ദനെ. ഈ തണുത്തു. അതിനു മുന്നേ അപ്പച്ചിക്ക് ചായ കൊണ്ടു കൊടുക്ക്. അല്ലെങ്കിൽ അതിനാവും അടുത്ത ബഹളം. ഓ, എഴുതള്ളിയോ? ബാല്യക്കാരിയുടെ യോഗ്യതയും തമ്പുരാട്ടിയുടെ ഭാവവും. അല്ല, പള്ളിയുറക്കം കഴിഞ്ഞോ? ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? ഒരു ചായ കുടിക്കണമെങ്കിൽ മണിക്കൂറുകളോളം തപസ്സിരിക്കണം. അതാ അവസ്ഥ. അല്ല, ഞാനിനി എണീറ്റ് അങ്ങോട്ട് വരണോ, അതോ ചായ ഇങ്ങോട്ട് തരാൻ തരപ്പെടുവോ? ചിലയാളുമാര് വന്ന് കാലുകുത്തിയ കുടുംബത്തിന്റെ അടുക്കും ചിട്ടയും ഒക്കെ കടലെടുത്തു പോകുമെന്ന് പണ്ടുള്ളവര് പറയുന്നത് വെറുതെ അല്ല. ഇങ്ങോട്ട് കൊണ്ടുവാടി. നിക്കടി അവിടെ. ഉപ്പിട്ട ചായ തന്ന് പകരം വീട്ടുകയാണോ നീ? എങ്ങനെയാടി ഈ ചായയിൽ ഉപ്പ് വന്നത്? അപ്പച്ചി, ഞാൻ ഇല്ലേ? ഇല്ല. എങ്കിൽ പിന്നെ നീ കുടിക്ക്. കുടിക്കടി. കുടിക്കാൻ. ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പച്ചി? സത്യമായിട്ട് എനിക്കറിയില്ല ആരും ഒപ്പിട്ടതെന്ന്. കുടിക്കടി. ഇത് കുടിച്ചിട്ട് നീ ഇവിടുന്ന് പോയാ മതി. കുടിക്കാനല്ലേ പറഞ്ഞത്?